സ്വപ്നങ്ങൾ. ഞാനും നിങ്ങളും എല്ലാവരും സ്വപ്നങ്ങൾ കാണാറില്ലേ? ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കാണുന്ന സ്വപ്നങ്ങൾ. നമുക്ക് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെപ്പറ്റി ആലോചിച്ചാലോ? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു വല്ലാത്ത കഥമനയിലല്ലേ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ്സ്, പലതരം ഇമോഷണൽസ് എല്ലാം കണക്ട് ചെയ്ത് ഒരു കഥ രൂപത്തിലാക്കി നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് നമ്മളെ കാണിക്കുന്നു. ഇതാണ് മിക്കപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. കുഞ്ഞുങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും വലിയവർ കാണുന്ന സ്വപ്നങ്ങളും ഓരോ മനുഷ്യരും അവരുടെ രീതിയിലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെങ്കിൽ അതെങ്കിലും നടക്കുന്നതാണോ? അതോ ചുമ്മാ നമ്മളായിട്ട് മെനഞ്ഞൊരു കഥകളാണോ എന്നൊക്കെ. പല പഴയ കഥകളും നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്വപ്നങ്ങൾ കണ്ടു, പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അത് സംഭവിക്കുന്നു. പല നോവലുകളിലും അതെല്ലാം റിലേറ്റഡായിട്ട് നമ്മൾ ഒരുപാട് വായിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അവ എന്തെങ്കിലും? നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ പെട്ടെന്ന് നടന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? മിക്ക ആൾക്കാർക്കും ഫീൽ ചെയ്യാറുണ്ട്, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. സ്വപ്നങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കിയാലോ? ചില സ്വപ്നങ്ങൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാൻ കാണും. മിക്ക സ്വപ്നങ്ങളും നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ മെനഞ്ഞ കഥകളായിരിക്കും. പക്ഷേ ചില സ്വപ്നങ്ങളുണ്ട്, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില സ്വപ്നങ്ങൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും മിക്കതും. അത് 98% ആൾക്കാർക്കും അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല. ഞാൻ ആ 2% പറ്റിയാണ് പറയുന്നത്. അവർക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും എന്നൊക്കെ പറയില്ലേ, അതുപോലെ കഴിവുള്ള കുറച്ച് ആൾക്കാർ. എല്ലാവരിലും, ചിലപ്പോൾ നിങ്ങളിലും അങ്ങനെ ഒരാൾ കാണും. നമ്മുടെ മനസ്സിൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളായിരിക്കും സ്വപ്നങ്ങളായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാത്ത പല പല ആഗ്രഹങ്ങളും. സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണ് ആ സ്വപ്നങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ.